എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എനിക്ക് അയച്ച മെസ്സേജുകൾ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല എന്നതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചില്ല എന്നല്ല. ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഞാൻ വീണ്ടും നിങ്ങളോട് 3 ദിവസം കഴിഞ്ഞ് ഓർമ്മിപ്പിക്കാൻ പറയേണ്ടി വരും. അപ്പോൾ ഓപ്പൺ ചെയ്യാത്തത് നിങ്ങളുടെ ഓരോരുത്തരുടേതും എടുത്തെടുത്ത് ഞാൻ വായിക്കും. ഇപ്പം മെമ്പേഴ്സിൻ്റേത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് ജോത്സ്ന, ഞാൻ UK-യിൽ നിന്നാണ് ഇത് എഴുതുന്നത്. ഒരു തവണ ഞാൻ എൻ്റെ അനുഭവം അയച്ചിട്ട് സാറ് വായിച്ചിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളൊരു അനുഭവമാണ്. എൻ്റെ ചേച്ചിയുടെ മകൻ ജർമ്മനിയിലാണ്. കഴിഞ്ഞ ദിവസം അവന് അവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ പോയി വരുന്ന വഴിക്ക് പാസ്പോർട്ട് നഷ്ടപ്പെട്ടു എന്ന് ചേച്ചി എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടു. മോൻ്റെ പാസ്പോർട്ട് പോയി. അവൻ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവരൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഗുരുവായൂർ കണ്ണൻ്റെ അടുത്ത് പോയി അടിപ്രദക്ഷിണവും 21 പ്രദക്ഷിണവും വെക്കാമെന്ന് നേർന്നോ. ഇന്ന് 5 മണിക്കുള്ളിൽ നിൻ്റെ പാസ്പോർട്ട് കിട്ടും. ഞാനും പ്രാർത്ഥിച്ചു, എൻ്റെ കണ്ണ, എൻ്റെ മോൻ്റെ പാസ്പോർട്ട് കിട്ടിയാൽ ഞാൻ ത്രിമധുരത്തിൽ പറയാമെന്ന്. ഞാൻ ആ സമയത്ത് ഡ്യൂട്ടിയിലാണ്. അപ്പോൾ അവിടെ 1:30 മണിയാണ്. ഞാൻ 4:10 മൊബൈൽ നോക്കിയപ്പോൾ ചേച്ചിയുടെ വോയിസ് മെസ്സേജ്, പാസ്പോർട്ട് കിട്ടി, ബസ്സിൽ നിന്ന് ഒരാൾക്ക് കിട്ടിയിട്ട് അയാൾ വിളിച്ചു എന്ന്. ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. സാർ, എന്താ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. സാർ, എൻ്റെ കണ്ണൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലായി. സമയം കിട്ടുമ്പോൾ ഇതൊന്ന് വായിക്കണേ സാറേ. എഴുതിയത് സാറിന് വായിക്കാൻ പറ്റുമോ? ഞാൻ സംസ്കൃതമാണ് പഠിച്ചത്, അതുകൊണ്ട് മലയാളം ഒത്തിരി വീക്കാണ്, ക്ഷമിക്കണം. അതൊരു സന്തോഷമുള്ള കാര്യമല്ലോ. സംസ്കൃതം ഗംഭീരമായിട്ട്. ഞാൻ 5ാം ക്ലാസ് വരെ സംസ്കൃതം പഠിച്ചിരുന്നു. എന്തായാലും ഇതിലെ ഒരു ഹൈലൈറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, വൈകുന്നേരം 5 മണിക്കുള്ളിൽ കിട്ടുക എന്നുള്ളത് കണ്ണനോട് പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന ഉറപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉറപ്പ് കൊടുത്താൽ പിന്നെ കണ്ണന് രക്ഷയില്ലല്ലോ. എന്താ കഥ അല്ലേ. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. ഈ അനുഭവം കുറേ ദിവസമായി തോന്നുന്നു എനിക്ക് അയച്ചിട്ട്. അപ്പം ഞാനിങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് വെച്ചതാണ്. അപ്പം ഇന്നും ഓർമ്മിപ്പിച്ചപ്പോൾ ഒന്നെടുത്ത് പറയാമെന്ന് തോന്നി. ഹരേ കൃഷ്ണ.